നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഭഗവാന്റെ വിശേഷപ്പെട്ട 2 ചിത്രങ്ങളാണ്. ഈ 2 വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തൊടുക. ഏവരും ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഭഗവാന്റെ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് എതിരായി സംഭവിക്കുന്നു എന്നത് വാസ്തവമാണ്. കാരണം പ്രതീക്ഷിച്ച പല കാര്യങ്ങളുമല്ല ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നിങ്ങളുടെ വിഷമങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ എന്ത് തന്നെ സംഭവിച്ചാലും തോൽവി അത് അംഗീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതായത് തോൽവിയിലേക്ക് പോകുവാൻ സാധിക്കില്ല. എന്തു തന്നെ വന്നാലും തോൽവി സമ്മതിക്കില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും അത് മനസ്സിലാക്കി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഭഗവാൻ തന്നെ അത്തരം കാര്യങ്ങളെ മുന്നിൽ നിർത്തി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില പുതിയ അവസരങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഈ സമയം ഭഗവാൻ നിങ്ങളെ പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സഹായിക്കുക കൂടി ചെയ്യും. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല എന്ന ബോധ്യം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നതാണ് വാസ്തവം. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി അഥവാ ഭഗവാൻ നിങ്ങളെ പക്വതയോടെയും മനോബലത്തോടെയും തീരുമാനങ്ങൾ എടുക്കുവാൻ പാകത്തിന് മാറ്റും എന്ന കാര്യം ഓർക്കുക. കൃത്യതയോടെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറും എന്നതാണ് വാസ്തവം. ഈ സമയം ആത്മാർത്ഥമായി നിങ്ങൾ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അതായത് ചില കാര്യങ്ങൾക്ക് ആത്മാർത്ഥതയോടെ മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശുദ്ധമായ മനസ്ഥിതി മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പാദ്യമായിട്ടുള്ളത് എന്നതാണ് വാസ്തവം. അത് നിങ്ങളുടെ ജീവിതത്തിൽ തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ശുദ്ധമായ മനസ്ഥിതി ഉള്ളതുകൊണ്ട് കൂടിയാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ചില ബന്ധങ്ങളിൽ ചതിവ് സംഭവിച്ചു എന്ന ബോധ്യം ഉള്ളവർ തന്നെയാണ്. അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ഭഗവാൻ തന്നെ നിങ്ങളെ സഹായിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല ബന്ധങ്ങളുടെയും അതിർവരമ്പുകൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട്. പുറകിലേക്ക് നോക്കുമ്പോൾ എത്ര മികവോടെ അല്ലെങ്കിൽ എത്ര കൃത്യതയോടെ പ്രവർത്തിച്ച് പോന്നിരുന്നവരാണ് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യവുമുണ്ട്. ഈ സമയം പൂർണ്ണതയോടെ കാര്യങ്ങൾ പ്രവർത്തിച്ചു എങ്കിൽ പോലും ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്താത്തതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. അതിൽ വളരെയധികം വിഷമങ്ങൾ ഉള്ളവർ കൂടിയാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഈ സമയം സ്വന്തം പരിശ്രമത്തിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നത്. കാരണം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെയാണ് ഇത്രമേൽ പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ പോലും സാധിക്കുന്നത് എന്ന ബോധ്യവും നിങ്ങൾക്കുണ്ട് എന്ന കാര്യം ഓർക്കുക. ഒരുപാട് സഹായങ്ങൾ പലർക്കും ചെയ്തു നൽകി. സാമ്പത്തികമായും അല്ലാതെയും പലവിധ സഹായങ്ങൾ പലർക്കുമായി ചെയ്തു നൽകിയിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ പലരും ആ സഹായങ്ങൾ മറന്നിരിക്കുന്നതായ സാഹചര്യമുണ്ട്.
എന്നാൽ നിങ്ങൾക്ക് മനസമാധാനം നഷ്ടപ്പെട്ട സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. അതിവർ മൂലം സംഭവിച്ചതായ കാര്യങ്ങളുമാകാം. നിങ്ങളെ ഒരിക്കലും എതിർക്കില്ല അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ പോലും നിങ്ങളെ ചതിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും മനസന്തോഷം ഇല്ലാതിരിക്കുന്ന നിങ്ങൾക്ക് മനസന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യവും രൂപപ്പെടാവുന്നതാണ്. അതും ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ സമാധാനിപ്പിക്കുന്ന ചില വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക. വേദനകളും വിഷമങ്ങളും ഉണ്ട് എങ്കിൽ അതിനെല്ലാം അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനഃശാന്തി നിങ്ങളിലേക്ക് കൊണ്ടുവരുവാനും അത് ഭഗവാൻ നിങ്ങളിൽ നിലനിർത്തുവാനും സഹായിക്കുന്നതുമാണ്. ചില വ്യക്തികൾ മൂലമോ ചില കാര്യങ്ങൾ മൂലമോ വിഷമിക്കുന്നതായ വ്യക്തികളുടെ ഊർജവും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. മനസ്സുറപ്പുള്ള അവസരത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പല കാര്യങ്ങളെയും നിങ്ങൾക്ക് കൂടുതൽ തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന് പോലും വരാം. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന അത്തരം അവസരങ്ങൾ നൽകുകയും പരിശ്രമങ്ങളിൽ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി മറുപടി നൽകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അത് നിങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറുക തന്നെ ചെയ്യും. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ ശ്രീകൃഷ്ണ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ദിശാബോധത്തോടെ മുന്നേറുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ഈ സമയം ഒരുപാട് സദ്ഗുണങ്ങൾ നിങ്ങളിലുണ്ട്. അത് പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. അത്തരം കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതും വാസ്തവമാണ്. തീർച്ചയായും നല്ല പരിശ്രമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ മറുപടികൾ നൽകുന്ന സാഹചര്യം വന്നു ചേരും. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് കൃത്യമായ അവസരങ്ങൾ നൽകുകയും അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്ന് വരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ആ ഒരു മുഹൂർത്തത്തിലേക്ക് അടുക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അറിയാതെ ചെയ്തു പോയ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്ന തിരിച്ചറിവും നിങ്ങൾക്കുണ്ട്. കാരണം അറിവില്ലായ്മ കൊണ്ട് പല കാര്യങ്ങളും പ്രവർത്തിച്ചു പോയി. പിന്നീടായിരിക്കും അത് നിങ്ങൾക്ക് അബദ്ധമായി എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടാവുക. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ചില കാര്യങ്ങളെ ചില വ്യക്തികളെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ പോലും സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കൂടാതെ ഈ സമയം ശ്രദ്ധയോടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നീക്കുവാൻ സാധിക്കും. ചില വ്യക്തികളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രശ്നമുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷമായി തീരും എന്ന ബോധ്യമുള്ളതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ഭഗവാൻ തന്നെ നിങ്ങളെ മുന്നിൽ നിന്നും നടത്തുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അറിയാത്ത പല കാര്യങ്ങളും പഠിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾക്കും കാരണമായി തീരാം. ചില കാര്യങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചതിന് ശേഷം പിന്നീട് അത് ആലോചിച്ച് ഗുണകരമായി തീരാം എന്ന ചിന്തയോടെ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം വലിയ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ കുടുംബ കാര്യങ്ങളിലോ തൊഴിൽ മേഖലയിലോ നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് കർമ്മങ്ങളിലോ ആകാം. അത്തരം ചില മാറ്റങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട്. ഇതുവരെ നിൽക്കാൻ സാധിച്ചത് പോലും അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യത്തിൽ പോലും നിങ്ങളെ പിടിച്ചു നിർത്തിയത് ഭഗവാൻ മാത്രമാണ്.
അഥവാ ആ ഒരു ശക്തി മാത്രമാണ്. അതില്ല എങ്കിൽ നിങ്ങൾ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ച് അത്രമേൽ ദുഃഖിക്കുന്നവരാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉത്തരമില്ല. ആ സമയത്ത് ഭഗവാൻ പല അവസരങ്ങളിലും കൃത്യമായി നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമായ ഒരു കാര്യം തന്നെയാണ്. ഒരു വ്യക്തിയുടെ സഹായത്താലും ചില കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാനായി ഈ സമയം പരിശ്രമങ്ങൾ അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ അത്തരത്തിൽ നിങ്ങളെ രക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. നിങ്ങളുടെ സ്വഭാവ സവിശേഷത എന്തെന്നാൽ നിങ്ങളെ മറ്റുള്ളവർ വളരെയധികം ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് എന്നതും വാസ്തവമാണ്. സത്യസന്ധതയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് എന്നതും ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാരണം തന്നെയായി പരാമർശിക്കാം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് എങ്കിലും പറയുന്നതായ വാക്കുകളിലാണ് എങ്കിലും വളരെ സത്യസന്ധത ജീവിതത്തിൽ ഉള്ളവരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ഒരിക്കലും നിങ്ങൾ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ മുൻപോ അല്ലെങ്കിൽ ഇപ്പോഴോ ചെയ്യാത്തവരാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി കാണുവാൻ സാധിച്ചു എന്ന് വരാം. അത് ചില അവസരങ്ങളിൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ ചില കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളവരാണ് എന്ന് പറയാം. ഈ സമയം ഏത് സാഹചര്യത്തിലും മറ്റുള്ളവരെ സഹായിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയും എന്നാൽ അത് ചെയ്തു കൊടുക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട് എന്നതാണ് വാസ്തവം. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും പലതും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്നതും വാസ്തവമായ കാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് പലരും പ്രകോപിപ്പിക്കുവാൻ ശ്രമിച്ചാൽ പോലും ക്ഷമയോടെ തന്നെ അത്തരം കാര്യങ്ങളെ നേരിടുവാൻ സാധിക്കും. മുൻപ് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിലനിൽക്കുന്നതിനാൽ ആ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഭഗവാന്റെ അനുഗ്രഹമാണ് നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നത് എന്ന് കൂടി അറിയുക.